പട്ടികവർഗ വിഭാഗങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികൾ ചെലവിടുമ്പോഴും വിശപ്പകറ്റാൻ പോലുമാകാതെ കഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട് നമ്മുടെ വനമേഖലയിൽ. പത്തനംതിട്ട ആനത്തോട്ടിലെ 11-അംഗ ആദിവാസി കുടുംബം മതിയായ ഭക്ഷണവും വീടുമില്ലാതെ കൊടും കാടിനുള്ളിൽ കഷ്ടപ്പെടുകയാണ്. സമാന അവസ്ഥയിലാണ് മേഖലയിലെ മറ്റുള്ളവരും. ഇത് ഓമന. ഭർത്താവിന്റെ പേര് തങ്കയ്യ. ഈ ദമ്പതികൾക്ക് 9 മക്കളാണ്. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവാക്കൾ മുതൽ 6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞ് വരെ ആ 9 പേരിൽ ഉൾപ്പെടുന്നു. വയറു നിറയെ വിശപ്പ് മാറും വരെ ഭക്ഷണം കഴിച്ച ഓർമ്മ ഇവരിൽ പലർക്കുമില്ല. അരവയറുണ്ണാറുള്ള ഭക്ഷണമേ ഈ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവാറുള്ളൂ. രാവിലത്തെ കഴിച്ചിട്ട് ഞങ്ങൾ 6 മണിയാകുമ്പോഴേ ആഹാരം കഴിക്കത്തുള്ളൂ. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലല്ലോ. ഉച്ചയ്ക്കും രാവിലെയും കഴിക്കാനുള്ള സാമ്പത്തികം ഇല്ല. നമ്മൾ കുന്തിരിക്കാൻ തന്നെ എടുത്ത് 10 കിലോ കുന്തിരിക്കാൻ കിട്ടും. അത് കൊണ്ടുപോയി വിറ്റേച്ച് പൈസ മേടിച്ച് അതിനുള്ള സാധനം മേടിക്കും. അപ്പം അങ്ങനെ മേടിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മുതലാവത്തില്ല. 50 രൂപ 60 രൂപ വിലയുള്ള കുന്തിരിക്കത്തിന് തേനൊക്കെ. അങ്ങനെ ആകുമ്പോഴത്തേക്കും രാവിലെ കഴിക്കുന്നത് 6 മണിയാകുമ്പോഴേ കഴിക്കത്തുള്ളൂ. വനവിഭവങ്ങൾ ശേഖരിച്ച് വിറ്റാണ് ഈ കുടുംബത്തിന്റെ ഉപജീവനം. 1 മാസമായി ആനത്തോട്ടിൽ നിർത്താതെ മഴ പെയ്യുന്നതിനാൽ ആ വരുമാനം ഏറെക്കുറെ നിലച്ചു. പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന സമീപത്തെ വീടുകളിലും ഭക്ഷണം എത്തിക്കുന്നത് ഈ കാണുന്ന ഓമനയാണ്. ആക്രമണ സ്വഭാവമുള്ള കാട്ടാനകളെയും മറ്റു വന്യജീവികളെയും ഭയന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയുണ്ടാക്കിയ കൂരയ്ക്ക് കീഴിൽ ഭയത്തോടെയാണ് ഈ കുടുംബം അന്തിയുറങ്ങുന്നത്. ഇവർക്ക് ഭക്ഷണം ഉറപ്പാക്കാനെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കണം. മീഡിയ 1 പത്തനംതിട്ട.